ബില്ലുകൾ ഒപ്പിടാൻ ഗവർണർക്ക് സമയപരിധി നിശ്ചയിക്കണമെന്ന ഹർജി അപ്രസക്തമാണെന്നും ഹർജി പിൻവലിക്കുന്നുവെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ. തമിഴ്നാട് ഗവർണർക്കെതിരായ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് കേരളത്തിന്റെ നീക്കം. ഹർജി പിൻവലിക്കുന്നതിനെ കേന്ദ്ര സർക്കാർ എതിർത്തു. തമിഴ്നാട് കേസിലെ വിധി കേരളത്തിനും ബാധകമാണോ എന്നതിൽ സുപ്രീം കോടതി ചൊവ്വാഴ്ച വാദം കേൾക്കും. തമിഴ്നാട് ഗവർണർ ആർ.എൻ. രവിക്കെതിരായ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഈ വിധിക്ക് ഒരു സമയപരിധി നിശ്ചയിക്കണമെന്ന ഹർജി സുപ്രീം കോടതിയിൽ എത്തുന്നത്. പക്ഷേ ആ ഹർജി അപ്രസക്തമാണ് എന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതി അറിയിക്കുന്നത്. ആ ഹർജി പിൻവലിക്കുകയാണെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചു. PR അരവിന്ദ് വിവരങ്ങളും അയച്ചിരുന്നു. അരവിന്ദ്, ഇതെന്താണ് സംഭവം? ഗവർണർമാർക്ക് സമയപരിധി നിശ്ചയിക്കണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം. എന്തായാലും ഈ ഹർജികൾ പിൻവലിക്കാമെന്നതാണ് ഇപ്പോൾ കേരളം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിൽ സുപ്രീം കോടതി ഗവർണർമാർക്കെതിരെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അത് കേരളത്തിന്റെ ഹർജിയിലും ബാധകമാകുമെന്നൊരു തന്ത്രപരമായ നിലപാട് തന്നെ കേരളം ഇന്ന് സുപ്രീം കോടതിയിൽ എടുക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ ഈ ഹർജികൾ പരിഗണിച്ചപ്പോഴും കേരളം ഇത് വ്യക്തമാക്കുകയായിരുന്നു. പക്ഷേ കേരളത്തിന്റെ നിലപാടിനെ കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ എതിർക്കുകയായിരുന്നു. കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത് രണ്ട് ഹർജികളും, തമിഴ്നാടിന്റെ ഹർജിയും അതുപോലെ തന്നെ കേരള സർക്കാർ നൽകിയ ഹർജിയും രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിലെ ഉത്തരവ് കേരളത്തിന്റെ ഹർജിയിലും ബാധകമായിരിക്കില്ല എന്നതാണ് കേന്ദ്രം നിലപാടെടുത്തത്. എന്തായാലും തമിഴ്നാട് കേസിലെ വിധി കേരളത്തിന് ബാധകമാണോ എന്നതിൽ സുപ്രീം കോടതി ചൊവ്വാഴ്ച ഒരു വിശദമായ വാദം കേൾക്കാൻ പോവുകയാണ്. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ കൂടുതൽ സാവകാശം തേടിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഹർജികൾ പരിഗണിക്കുന്നത് മാറ്റിവെച്ചിരിക്കുന്നത്. ഈ തമിഴ്നാട് സർക്കാർ തമിഴ്നാട് ഗവർണർ ആർ.എൻ. രവിക്കെതിരായി നൽകിയ ഹർജിയിൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് അന്ന് സുപ്രീം കോടതി ഉയർത്തിയത്. കൃത്യമായ ഒരു സമയപരിധി ഈ ബില്ലുകളിൽ അന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ ബില്ലുകളിൽ പരമാവധി 3 മാസത്തിനുള്ളിൽ സമയമെടുക്കണമെന്നാണ് അന്ന് സുപ്രീം കോടതി ഗവർണർമാർക്ക് നിർദ്ദേശം നൽകിയത്. ആ ഉത്തരവ് കേരളത്തിന്റെ ഹർജിയിലും ബാധകമാകുമെന്നൊരു നിലപാട് കേരളം ഇന്ന് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കുകയായിരുന്നു. ഇതേ തുടർന്ന് കേന്ദ്രം എതിർക്കുകയും കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹർജികൾ പരിഗണിക്കുന്നത് മാറ്റിവെച്ചിരിക്കുന്നത്.